സ്നേഹമുള്ള മക്കളെ, നിങ്ങളെ ഏവരെയും ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സംഗതികളെക്കുറിച്ചിട്ടാണ്. നോക്കൂ, എന്താണ് ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്നത്? ഒരു ദുരന്തമുണ്ടായാൽ അത് നിവാരണം ചെയ്യുന്നതിനായി ആസൂത്രിതവും സംയോജിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ദുരന്ത നിവാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതാണ്. ആ ദുരന്തത്തെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നിവാരണം ചെയ്യുന്നത്? അപ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ അത് നിവാരണം ചെയ്യുന്നതിനായി ആസൂത്രിതവും സംയോജിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ദുരന്ത നിവാരണമെന്ന് പറയുന്നത്. ദുരന്ത നിവാരണ നിയമം 2005 ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫലപ്രദമായി തടയുന്നതിന് വേണ്ടി നിയമാനുസൃതമായ സംവിധാനങ്ങൾ ഉണ്ടാകണം, അതിന് ഒരു നിയമം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. ആ നിയമമാണ് ദുരന്ത നിവാരണ നിയമം 2005. ഈ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ മാസം 28 ആണ്. ലോക്സഭ പാസ്സാക്കിയതോ 2005 ഡിസംബർ മാസം 12 ലോക്സഭ പാസ്സാക്കി. രാഷ്ട്രപതി അംഗീകരിക്കുന്നത് 2005 ഡിസംബർ 23 അംഗീകരിച്ചു. നിലവിൽ വന്നത് 2005 ഡിസംബർ 23 അപ്പോൾ ദുരന്ത നിവാരണ നിയമം ഏതു വർഷമാണ്? 2005. രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ മാസം 28. ലോക്സഭ പാസ്സാക്കിയത് 2005 ഡിസംബർ 12. രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2005 ഡിസംബർ 23. നിലവിൽ വന്നത് 2005 ഡിസംബർ 23. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അവതരിപ്പിക്കുന്നത് 1ാം UPA ഗവൺമെൻറ്റാണ്. പ്രധാനമന്ത്രി ആരാ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. പ്രസിഡന്റ് ആരാ? ഡോക്ടർ APJ അബ്ദുൽ കലാമും ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദുരന്തങ്ങൾ ഉണ്ടായാൽ അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന്, തരണം ചെയ്യുന്നതിന്, അതിൽ പ്രതികരിക്കുന്നതിന്, പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോഡി, നിയമാനുസൃതമായിട്ടുള്ള ഒരു ബോഡി രൂപീകരിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2005 മെയ് മാസം 30 ആണ്. അപ്പോൾ നമ്മുടെ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ത് ചെയ്തു? രൂപീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക വിജ്ഞാപനത്തിലൂടെ 2005 മെയ് മാസം 30. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നിലവിൽ വന്നത് 2006 സെപ്റ്റംബർ 27 ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് 2005 നിയമം അനുസരിച്ച് 2006 സെപ്റ്റംബർ 27 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു ചെയർമാനും 9 കവിയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. ആകെ 10 പേരാണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ഇപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ എത്ര പേരാണ്? ഒരു ചെയർമാനും 9 കവിയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. ആകെ 10 പേരാണ്. നിയമിക്കുന്നതാരാ? ഈ അംഗങ്ങളെ നിയമിക്കുന്നതാരാ? കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ആരായിരിക്കും? പ്രധാനമന്ത്രി. ഇപ്പോഴും ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. വൈസ് ചെയർപേഴ്സൺ അംഗങ്ങളിൽ നിന്നും ഒരാളെ പ്രധാനമന്ത്രി വൈസ് ചെയർപേഴ്സണായി നിയമിക്കുന്നു.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ചെയർമാനും 9-ൽ കവിയാത്ത അംഗങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ആ 9-ൽ കവിയാത്ത അംഗങ്ങളിൽ നിന്ന്, അതായത് 9 അംഗങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ആ അംഗങ്ങളിൽ നിന്നും ഒരാളിനെ ഈ പ്രധാനമന്ത്രി വൈസ് ചെയർമാനായി നിയമിക്കും. അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നത് ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആണ്. അപ്പം നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ഉണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് മാസം 4-നാണ്. 2007 മെയ് മാസം 4-ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നു. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹില്ലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെയർമാനും 9-ൽ കവിയാത്ത അംഗങ്ങളും ആകെ 10 പേരുണ്ടായിരിക്കും. ചെയർമാൻ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എല്ലായ്പ്പോഴും സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കും. സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാ? റവന്യൂ മന്ത്രിയാണ്. CEO ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും CEO എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്, മീറ്റിംഗ് വിളിക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷവുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാ? ജില്ലാ കളക്ടറാണ്. കോ ചെയർപേഴ്സൺ ആരാ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ചെയർപേഴ്സൺ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറും കോ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആണ്. ഇതിനകത്ത് അംഗങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, DMO ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കുന്ന 2 ജില്ലാതല ഓഫീസർമാർ. അപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതിന് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാ? ജില്ലാ കളക്ടറാണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇനി മറ്റംഗങ്ങൾ ആരൊക്കെ? നമ്മൾ പറഞ്ഞു ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കുന്ന 2 ജില്ലാതല ഓഫീസർമാർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങൾ ആയിരിക്കും. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സാണ്. നമ്മൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമം നമ്മൾ പഠിച്ചു. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡിസ്കസ് ചെയ്തു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സാണ്. ഇത് നിലവിൽ വന്നത് 2006 ജനുവരി മാസം 19-ന് രൂപീകരിച്ചു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ദേശീയ ദുരന്ത പ്രതികരണ സേന എന്ന് പറയും. ദേശീയ ദുരന്ത പ്രതികരണ സേന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപം നൽകിയത് 2006 ജനുവരി മാസം 19-ന് രൂപീകരിച്ചു. ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ആപ്തവാക്യം ആപദ സേവാ സദൈവ്. നോക്കൂ, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ആപ്തവാക്യം ആപദ സേവ സദൈവ് എന്നാണ്. നോക്കൂ, ഒരു പ്രത്യേകതയുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേന നിലവിൽ വന്നത് 2006 ജനുവരി 19-ന് ആണ് എങ്കിലും
2008 മുതൽ എന്താണ് ഇതിനെ ദുരന്ത പ്രതികരണ പ്രവർത്തനത്തിനുള്ള സേന മാത്രമാക്കി മാറ്റി. ഈ സേനയെ വേറെ ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ദേശീയ ദുരന്ത പ്രതികരണ സേനയെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് 2008 മുതൽ എന്താണ് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ അന്ത്യോദയ ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ തലവനാര ഡയറക്ടർ ജനറലാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ തലവനാര ഡയറക്ടർ ജനറലാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ തലവനാര ഡയറക്ടർ ജനറലാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേന എന്നാ നിലവിൽ വന്നേ? 2006 ജനുവരി 19 2008 മുതൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്കുള്ള സേന മാത്രമാക്കി മാറ്റി. മറ്റാവശ്യങ്ങൾക്കൊന്നും ഈ സേനയെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സേനയുടെ ആപ്തവാക്യം എന്താ? ആപദ സേവ സദൈവ് എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ആപ്തവാക്യം. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? ന്യൂഡൽഹിയിലെ അന്ത്യോദയ ഭവനാണ്. അതിൻ്റെ തലവൻ ഡയറക്ടർ ജനറലും ആണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന. നമ്മുടെ ദേശീയ ദുരന്ത പ്രതികരണ സേന ഉള്ളതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുമുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവർക്ക് പരിശീലനം നൽകുന്നതോ NDRF ആണ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. എന്നാൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കീഴിലാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന പ്രവർത്തിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന പ്രവർത്തിക്കുന്നത് എന്താണ്? ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കീഴിലാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത്? ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 നമ്മൾ പഠിച്ചു അല്ലേ? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സമിതി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പഠിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ദേശീയ ദുരന്ത പ്രതികരണ സേനയെക്കുറിച്ച് പഠിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയെയും കുറിച്ച് പഠിച്ചു. ഇനി നോക്കൂ, മഴ അലർട്ടാണ്. നോക്കൂ, വളരെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മഴയെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ദുഃഖകരമായ ഒരുപാട് വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നോക്കൂ, മഴ അലർട്ടാണ്. മഴ അലർട്ടിൽ ഗ്രീൻ അലർട്ടാണ്. ജാഗ്രത പാലിക്കേണ്ട കാര്യമില്ല. വളരെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഗ്രീൻ അലർട്ട് എന്ന് പറയുന്നത്. ജാഗ്രത പാലിക്കേണ്ട കാര്യമില്ല. ഇൻറ്റൻസിറ്റി ലോ ആയിരിക്കും. 64 mm വരെ അല്ലെങ്കിൽ അതിന് താഴെ വരെയുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളതാണ് ഗ്രീൻ അലർട്ട് എന്ന് പറയുന്നത്. എന്നാൽ യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ആണ്. ഇത് അല്പം കൂടി കഴിയുമ്പോൾ നമ്മളതിൽ കൂടുതൽ കാര്യമായിട്ട് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ആണ്. ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. 64.5 എന്നാണ് mm-നും 115.5 mm വരെയാണ് പറയുന്നത്. 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് യെല്ലോ അലർട്ട് എന്ന് പറയുന്നത്. ഓറഞ്ച് അലർട്ട് ഇൻറ്റൻസിറ്റി ഹൈ ആണ്. 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുന്നതാണ് ഓറഞ്ച് അലർട്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? 204.5 mm കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് വിശദമാക്കുന്നുണ്ട്. നോക്കൂ, ഇനി റെഡ് അലർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. കർശനമായ സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും വേണം. അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്നതാണ് ഏത്? റെഡ് അലർട്ട്.
നോക്കൂ, 204.5 കൂടുതൽ, അതായത് 20.45 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഓറഞ്ച് അലർട്ട് എപ്പോഴാണ്? ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലർട്ടാണ് ഓറഞ്ച് അലർട്ട്. അല്പക്കൂടി റെഡിനേക്കാളും അല്പക്കൂടി കുറഞ്ഞതാണ്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വളരെ വലിയ ജാഗ്രത നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. സുരക്ഷാ തയ്യാറെടുക്കലുകൾ നമ്മൾ തുടങ്ങണം. 115.6 mm മുതൽ, അതായത് 11.5 സെന്റിമീറ്റർ മുതൽ 204.4 mm, അതായത് 20.44 സെന്റിമീറ്റർ. അപ്പോൾ 115.6 mm മുതൽ 204.4 mm വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. സെന്റിമീറ്ററിൽ പറയുമ്പോൾ 11.5 സെന്റിമീറ്റർ മുതൽ 20.44 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് ഏത് പ്രഖ്യാപിക്കുന്നത്? ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. യെല്ലോ അലർട്ട് ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഏത്? യെല്ലോ അലർട്ട്. യെല്ലോ അലർട്ട് ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. യെല്ലോ അലർട്ടിൽ എന്താണ്? കാലാവസ്ഥയെ നമ്മൾ കരുതലോടെ നിരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. മില്ലിമീറ്ററിൽ പറയുമ്പോൾ 64.5 mm മുതൽ 115.5 mm വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അതേ സെന്റിമീറ്ററിൽ പറയുമ്പോൾ 6.45 സെന്റിമീറ്റർ മുതൽ 11.5 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഗ്രീൻ അലർട്ട് നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഏത്? ഗ്രീൻ അലർട്ട്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത ഉള്ളപ്പോഴാണ് ഏത്? ഗ്രീൻ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അത് സെന്റിമീറ്ററിൽ പറയുമ്പോൾ 1.56 സെന്റിമീറ്റർ മുതൽ 6.44 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് ഏത് പ്രഖ്യാപിക്കുന്നത്? ഗ്രീൻ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി വൈറ്റ് അലർട്ടാണ്. നോക്കൂ, മഴയില്ല, ചാറ്റൽ മഴയുടെ സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് വൈറ്റ് അലർട്ട് എന്ന് പറയുന്നത്. ഇതാണ് മഴ അലർട്ടുകൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ 2.5 mm മുതൽ 15.5 mm വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ വെള്ള അലർട്ട് പ്രഖ്യാപിക്കും. 2.5 mm മുതൽ 15.5 mm വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ വെള്ള അലർട്ട് പ്രഖ്യാപിക്കും. അതായത് സെന്റിമീറ്ററിൽ പറയുമ്പോൾ 0.25 സെന്റിമീറ്റർ മുതൽ 1.55 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോഴാണ് വെള്ള അലർട്ട് പ്രഖ്യാപിക്കുന്നത്. വൈറ്റ് അലർട്ടിനും പച്ച അലർട്ടിനും സാധാരണയായി മുന്നറിയിപ്പ് നൽകാറ് ഇല്ല. അപ്പോൾ വെള്ള അലർട്ടിനും പച്ച അലർട്ടിനും സാധാരണയായി എന്ത് ചെയ്യാറില്ല? മുന്നറിയിപ്പ് നൽകാറ് ഇല്ല. അപ്പോൾ നമ്മൾ മഴ അലർട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നോക്കൂ, 2024 ജൂലൈ 30 വൈത്തിരി താലൂക്കിലെ, വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ നമ്മുടെ വലിയൊരു ദുരന്തമുണ്ടായി അല്ലേ? വൈത്തിരി താലൂക്കിൽ ഒരു വലിയ സ്കൂള് അവിടെ മുഴുവനായിട്ട് തകർന്നു. വെള്ളാർമല സ്കൂള് പൂർണ്ണമായും തകർന്ന കാര്യം നമുക്കറിയാം. 400-ലോ അധികം ആൾക്കാർ അവിടെ മരണപ്പെട്ടു എന്നുള്ള കാര്യവും നമുക്കറിയാം. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ 3 ഭാഗങ്ങളിലായി ഉരുൾപൊട്ടി വളരെ വലിയ നാശനഷ്ടം ഉണ്ടായി. മുണ്ടക്കൈ ഭാഗത്ത്, ചൂരൽമല, അട്ടമല ഭാഗത്ത് ഉരുൾപൊട്ടി വലിയ നാശനഷ്ടം ഉണ്ടായി. അത് വയനാട് ജില്ലയിലാണ്. അവിടുത്തെ ഒരു പൂർണ്ണമായും തകർന്ന ഒരു സ്കൂളാണ് വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത്. വൈത്തിരി താലൂക്കിലാണ് ഈ സംഭവം നടന്നത്. 2024 ജൂലൈ മാസം 30 ആണ്. നോക്കൂ, അതുപോലെ തന്നെ വയനാട് ജില്ലയിലുണ്ടായ മറ്റൊരു ദുരന്തമാണ് 2019 ഓഗസ്റ്റ് മാസം 8 പുത്തുമല ഉരുൾപൊട്ടൽ. പുത്തുമല വയനാട് ജില്ലയിലാണ്. പുത്തുമല ഉരുൾപൊട്ടൽ 2019 ഓഗസ്റ്റ് മാസം 8 വയനാട് ജില്ലയിൽ സംഭവിച്ചത്.
അതുപോലെ തന്നെ അതേ ദിവസം തന്നെ 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കവളപ്പാറ, മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 2018, 2024 വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചെറുതും വലുതുമായ 1000-ഓളം ഉരുൾപൊട്ടലുകളാണ് നമ്മുടെ രാജ്യത്താകമാനമുണ്ടായത്. 2001 അമ്പൂരി ലാൻഡ് സ്ലൈഡ്, അതായത് അമ്പൂരി ഉരുൾപൊട്ടൽ നടന്നത് 2001 അമ്പൂരി ഉരുൾപൊട്ടൽ നടന്നത്. നോക്കൂ, ഇവിടെ മേജർ ലാൻഡ് സ്ലൈഡ്, പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകളാണ്. അതായത് ഏറ്റവും വലുത് ഒന്നാമത് രാജ്യത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഗുവാഹത്തിയാണ്, രണ്ടാമത്തത് വയനാട്, നമ്മുടെ ഇപ്പോൾ നടന്ന വയനാട് ഉരുൾപൊട്ടലാണ് 2024 ജൂലൈ 30-ന്. മൂന്നാമത്തത് മണിപ്പൂരിലെ നോയിലി ഡിസ്ട്രിക്റ്റിലെ മണിപ്പൂർ 2022 നടന്നു. അതുപോലെ തന്നെ നാലാമതായി പെട്ടിമുടി ഇടുക്കിയാണ് 2020 നടന്നത്. അതുപോലെ 7th വരുന്നത് അമ്പൂരി 2001 നടന്നത്. അപ്പോൾ മേജർ ലാൻഡ് സ്ലൈഡാണ് നമ്മൾ ഈ പറഞ്ഞത്. ഗുവാഹത്തി പറഞ്ഞു, വയനാട് 2024 ജൂലൈ 30, 3 മണിപ്പൂരിലാണ് നടന്നത് 2022 4, പെട്ടിമുടി ഇടുക്കിയിലാണ് 2020, 7ാമത്തെ റാങ്കിൽ വരുന്നത് അമ്പൂരി 2001. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇത് നമ്മൾ വളരെ ലഘുവായി എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 എന്നും ആക്ട് അനുസരിച്ച് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നിവ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്ട് അനുസരിച്ചിട്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിവ നമ്മൾ രൂപീകരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലാൻഡ് സ്ലൈഡുകളെ, ഉരുൾപൊട്ടലെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. മഴ മുന്നറിയിപ്പുകളെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. നന്ദി.